എന്താ ചെയ്യണ്ടേ? ഇന്നെന്താ ചെയ്യ? ഇന്നെന്താ പരിപാടി? ഇന്നെന്താ ചെയ്യാ? ചാറ്റ് പറ. ഇന്നത്തെ പരിപാടി എന്താ? ചാറ്റ് പറ. ചാറ്റ് പറയുന്ന പരിപാടി നമ്മൾ ചെയ്യുന്നത്. എഡിറ്ററിന്റെ ഡാൻസ് ആണോ? എഡിറ്ററിന്റെ ഡാൻസ് ആണോ? എഡിറ്ററിന്റെ ഡാൻസ് ആണ് ഇന്നത്തെ പരിപാടി. പറ. എന്താ വിളിച്ചത്? ഞാനൊരു പാട്ട് പാടിയതാ. പൂവോ? എന്ത് പൂവ്? അതല്ല ഇവ പറയുന്നത്. ഇല്ല അങ്ങനെ വിളിക്കുവാ. ഇവ പറഞ്ഞോണ്ടിരിക്കാൻ വിളിച്ചു. ഞാൻ അറിയാണ്ട് വന്നതാ. പൂവെന്ന് വിളിച്ചോ അതോ പൂവാന്ന് വിളിച്ചോ? പൂവ് പൂവെന്ന് എങ്ങനെ വിളിക്കോ? പൂവൻ. ആ മറ്റേ റാക്കിയാ മതി. പണിഷ്മെന്റ് വേണം. പൂവൻ എന്ന് വിളിച്ചാൽ പൂവന്റെ വാ മാറ്റിട്ട് റാക്കിയാ മതി. അതിലും വിളിച്ച് തെറി വിളിച്ച് പണിഷ്മെന്റ് 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 പണിഷ്മെന്റ്. ഓക്കെ ഓക്കെ. ഇന്നത്തെ പരിപാടി എന്താന്ന് ഞാൻ ചോദിക്കുമായിരുന്നു. കറക്റ്റ് സമയത്ത് കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ പരിപാടി ഷമീറിന്റെ പണിഷ്മെന്റ്. ഓവർ കോൺഫിഡൻസ് അറിയാം. ഇങ്ങനെ ഇരിക്കും. മനസ്സിലാവും? മൂഞ്ചിയില്ല. പറഞ്ഞോ. ചാറ്റ് പറ. എന്താണ് പണിഷ്മെന്റ്? എന്താ പറ. പണിഷ്മെന്റ് എന്താ? ചാറ്റ് പറ. വാക്യൂം ക്ലീനർ. എന്ത് ഇവരെ കാണാൻ വാക്യൂം ക്ലീനറിനെ പോലെ അല്ലേ? ഇങ്ങനെ ഒരു ഉരുണ്ടൊരു സാധനം. ഒരു പേര് ഭയങ്കര കൂടുതലാണ്. ഭയങ്കര ഓവറാണ്. ഇടക്കിടക്ക് ഇങ്ങനെ ബോഡി ഷേപ്പ് ചെയ്യുന്നത് ശരിയല്ല കേട്ടോ. എല്ലാം തയ്യാറല്ലേ? ഞാൻ കൈവെള്ളം എടാ പൊട്ടിക്കല. പറ 1 month പണിഷ്മെന്റോ? ബാൻ അല്ല, തെറി വിളിക്ക് ബാനൊന്നും കൊടുക്കാൻ കഴിയില്ല. ഇവിടെ 100 പുഷപ്പ് വേണോ? കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് അല്ല. എപ്പം പുഷപ്പ് വേണ്ട. കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാലഞ്ച്. ചില്ലി ചാലഞ്ച് ഇല്ല, അത് കഴിഞ്ഞ ലെവൽ ചെയ്ത്. മുളക് ഇടുന്നത് കഴിഞ്ഞ ലെവൽ ചെയ്ത്. കുറച്ചും കൂടി എന്താണ് ഇവന് കൊടുക്കണം? നല്ലൊരു പണിഷ്മെന്റോട് ഇവന്. നിങ്ങക്ക് എന്താണ് തടിയ എന്നോട് ഇത്ര ഇത്? ടോയ്ലറ്റ് ക്ലീനിങ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ലല്ലോ. കിക്ക് റാംബോ ഞാനാണ് തെറി വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഇവിടെ ഭൂകമ്പം സൃഷ്ടിച്ചാണ്. ഞാനാണെങ്കിലും നീ ആണെങ്കിലും ആരായാലും പണിഷ്മെന്റ് തന്നെയാണ്. നോ പണിഷ്മെന്റ്. ഒരാള് പോലും പറഞ്ഞില്ല. ഒരാൾ പറഞ്ഞ വിടോ? ഒരാള് പോലും പറഞ്ഞില്ല. 26,000 ആൾക്കാരിൽ ഒരാൾ പറയും. പിന്നെ അതൊന്നും നടക്കൂല. നല്ല ആളാണല്ലോ. പിന്നെ 2 സ്പൂൺ സാൾട്ടോ. മക്കളെ ഇതിലും കുഴപ്പമില്ല. 2 സ്പൂൺ എന്ന് പറഞ്ഞാൽ കറക്റ്റ് 2 സ്പൂൺ കൊടുക്കണം. ഞാൻ കൊടുക്കും. അത് എടാ വെറുതെ ഓവറാക്കല്ല. കയ്യില അന്നെ എന്റെ കുണ്ടി പൊള്ളിട്ട് ഞാൻ ചെക്കനൊന്നും തെറി വിളിച്ചില്ല. ഞാൻ പാട്ട് പാടിയത് കറുപ്പ് റാണി പേര് വിളിച്ചു. പാട്ട് എന്റെ വായിന്ന് അങ്ങനെ വരുന്നു. ഞാൻ പാട്ട് കൊറേ പാടി ശീലായി. എന്താ പാടി? മോണലോവേ ആ പാട്ട് കറുപ്പ് റാണി പേര് അങ്ങനെ ആയി പോകുന്നാടാ. അവിടെ വരുമ്പോ കറുപ്പ് റാണി പേര് പൂറി പാട്ട് അങ്ങനെ ആയി പോകുന്നത്. നല്ല പണിഷ്മെന്റ് വേണം. അത് നീ കരുതി കൂട്ടി വെറുതെ ആവശ്യമില്ലാണ്ട് ചെയ്തത്. മുളക് പൊടിയോ മല്ലിപ്പൊടിയോ എടുത്തോണ്ടോ? എടാ പ്ലീസ്, ഞാൻ ഈ തെറ്റാവും. ഞാൻ പാട്ട് പാടുന്നില്ല. ഇനി ഞാൻ പാട്ട് പാടുന്നില്ല. പ്ലീസ്, ഇനി ഞാൻ പാട്ട് പാടുന്നില്ല. ഇനി ഞാൻ പാട്ട് പാടില്ല. ആ പാട്ട് എന്റെ വായിൽ അങ്ങനെ വരുന്നത്. അത് ഞാൻ ചെയ്യും. ഇനി ആ പാട്ട് പാടുന്നില്ല. പാട്ട് പാടില്ല. എടുത്തിട്ടോ ജാസി? ഒന്നും നടക്കൂല മോനെ. ട്രിമ്മറല്ല
കുരുമുളക് പെപ്പർ ഉണ്ട്. കുരുമുളക് എടുത്തിട്ട് മൂന്ന് തിരക്ക് എന്നാ ഒരു കാര്യം 6 ടേബിൾ ചെയ്യ്. സ്പൂൺ ഒന്ന് വായി മൂട്ടി ഇതെന്താ എടാ എന്നാ ഒരു കാര്യം ചെയ്യ് അപ്പുറത്ത് ഒലക്ക ഉണ്ട് എടുത്ത് തന്നെ കൊന്നേ എന്തെല്ലാം എന്നെ ചെയ്യുന്നത് എനിക്കും ഇഷ്ടം. 2-3 ദിവസമായിട്ട് അങ്ങനെ ഇരിക്കാണേ. ഇനി കുറച്ച് മോന്റെ അണ്ണാക്കിലേക്ക് കിട്ടട്ടെ. എന്താ ഹെയർ കട്ട് പറയുന്നുണ്ട്. ഹെയർ കട്ട് വേണം. ഹെയർ കട്ട് വേണം. തൊട്ട് കളിക്കാൻ ഞാൻ വിടൂല. നമ്മൾ ചെയ്യും. ഓഡിയൻസ് പറഞ്ഞാൽ നമ്മൾ ചെയ്യും. നീ ആര് വിടാ, നീ ആര് സമ്മതിക്കാൻ? എങ്കിൽ പിന്നെ അവിടെ ഇരിക്കണം, ഇവിടെ അല്ല കേട്ടാ. മരമോന്താ ഇതെന്താ ഈ തടി മൂടൻ എന്താ പറ, പെട്ടെന്ന് തീരുമാനിക്കും. ഞാനല്ല തീരുമാനിക്കട്ടെ. ചാറ്റ് എന്താ പറയുന്നത് നോക്ക്. ഹെയർ കട്ട്, എഗ്, റോ എഗ്, ഹെയർ കട്ടാന്ന് മോനെ വരുന്നത്. ഷെമീറേ, നീ മൂഞ്ചി. ചെയ്യല്ല പ്ലീസ്. നീ തീർന്ന്. ഇതെന്തല്ല ഇവിടെ സൂപ്പർ മാർക്കറ്റാ. ഇതെന്താ നിനക്കൊരു പണിഷ്മെന്റ് കിട്ടാച്ച നമുക്ക് ഇത് പരിപാടിയാണ്. തമാശ കളിക്കല്ലടാ മോനെ പ്ലീസ്. എടാ ഞാൻ ഇനി പാട്ട് പാടൂല പ്ലീസ്. ഒന്നും പറയണ്ട. അല്ല എടാ നീ നോക്ക്, ചാറ്റ് മൊത്തം ഹെയർ കട്ടാന്ന് ഏറ്റവും കൂടുതൽ അത് ഹെയർ കട്ടല്ല, കട്ടാണ്. എന്തോ കട്ടാണ്. ഹെയർ കട്ട് അല്ല തമാശ കളിക്കല്ല. മോനെ നിന്നെയാണ് വിളിച്ചേട്. ഹെയർ കട്ടാന്ന് ഏറ്റവും കൂടുതലുള്ള ഹെയർ കട്ടാ. മുട്ടയും പെപ്പർ മാറ്റി വെക്കാണ്. കട്ടൊന്നും നടക്കൂലടാ. തമാശ കളിക്കല്ല. സൂപ്പർ ചാറ്റ് ആരാ? ഷമീർ, യു ആർ എ ഗ്രേറ്റ് മാൻ, ലവ് ഫ്രം ഓസ്ട്രേലിയ എന്ന് പറഞ്ഞിട്ട് പ്രജിൽ കൊട്ടൂർ 7.9. താങ്ക് യു പ്രജിൽ കൊട്ടൂർ. ഓസ്ട്രേലിയൻ ഒന്ന് പറ പ്ലീസ്, ഒന്ന് പറ. അറിയാണ്ട് ടെൻഷനിൽ പോയി പോയതാ. ഗിവ് റാംബോ മിൽക്കോ. ഇതാ ഇവിടുന്ന് ഇങ്ങോട്ടേക്കല്ല എടുക്കേണ്ടത്. ഇങ്ങോട്ടേക്കാ എടുക്കേണ്ടത്. എന്നാൽ എഡിറ്റർ കൂടെ അല്ല സ്ട്രീം ചെയ്യാൻ ബാക്കിയുള്ളൂ. എന്നാൽ അങ്ങനെ ആവട്ടെ. ലൈവ് സ്ട്രീം ദീസ് ഡേയ്സ് ബ്രോ. താങ്ക് യു ബ്രോ, താങ്ക് യു. ഒരു ദിവസം നമുക്ക് എഡിറ്ററിന് ലൈവ് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാം. എഡിറ്ററിന് ഓണാക്കി എടുക്കട്ടെ. ആള് കുറച്ച് സൈഡാണ്. ആള് ഇങ്ങനെ മുണ്ടാണ്ട് ഒരു സൈഡിൽ നിൽക്കുന്നുണ്ട്. ഓണാക്കി എടുക്കാം. സാധനം വന്നിട്ടുണ്ട്. കൊറേ സൂപ്പർ സെറ്റ് വന്നു. ഞാൻ ഒന്ന് വായിച്ചോട്ടെ. അതാ ഹെയർ കട്ട് തൊട്ട് 100 രൂപീസ് ഇട്ടിട്ടുണ്ട്. ഡാർക്ക് ലൈൻ ഗെയിമിംഗ്. റാംബോ ഓവർ ആണ്, സൗണ്ട് കുറക്കാൻ പറയൂ. എൽ റാംബോ ഞാനും പറയുന്നത്. ഒരു കാര്യം ഓറഞ്ച് ഗെയിമിംഗ് താങ്ക് യു 20 രൂപീസ്. സവ താങ്ക് യു 40 രൂപീസ്. പറയാൻ പോലും ഫുസ്റ്റൽ ഗ്രൗണ്ട് താങ്ക് യു 7.29 AD. പണിഷ്മെന്റ് 1 ഡേ സാരി കൊടുത്ത് പെണ്ണായി അഭിനയിക്കും. അത് നല്ലൊരു പണിഷ്മെന്റ് ആണ്. അത് നല്ലൊരു പണിഷ്മെന്റ് ആണ്. ഇന്ന് സാരി കൊടുത്തിട്ട് നീ പെണ്ണായിട്ടിരിക്കണം. സാരിയൊക്കെ വാങ്ങി ഇപ്പൊ ഉള്ളത് വെച്ച് എന്തെങ്കിലും അടുത്തതിൽ അങ്ങനെ എടാ കൂടുതൽ ഹെയർ കട്ടാ വന്നോണ്ടിരിക്കുന്നുണ്ട്. ലൈവ് തീരുവരെ ഡാൻസ് കളിക്കട്ടെ ബ്രോ. തീരുന്നവരെ 2-3 മണിക്കൂർ ഇവൻ ഇത് ഡാൻസ് കളിക്കട്ടെ. ഞാൻ അലിൻജോസ് അല്ലേ? താങ്ക് യു 40. സോങ് വേൾഡ് ബ്രോ ഒരു പ്രപ്പോസൽ മെയിൽ ചെയ്തിട്ടുണ്ട്. ഒന്ന് സപ്പോർട്ട്. ആടെ നോക്കാം. ബിസിനസ് പ്രപ്പോസൽ ഒന്നും ഇപ്പം സംസാരിക്കാൻ പറ്റില്ല. ലൈവില് ബിസിനസ് സംസാരിക്കൂല. ഓക്കെ. മുസ്തഫ എല്ലാവർക്കും സുഖമല്ലേ? ഫ്രോഗ് ചാട്ടം എന്നാ പറഞ്ഞ. ബെവിൻ ജോൺ താങ്ക് യു $2. ബ്രോ ഈസ് റാംബോ എ ഗാങ്സ്റ്റർ. ഞാൻ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ആ റാംബോനെ മുല ഒന്ന് ക്ലോസ് ആക്കുന്ന ക്ലോസ് ആക്കണ. ഇത് പറയണ കവടിയാറ് സൂര്യാണ്. കവടിയാറ് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തുള്ള കുണ്ടമുക്കാണ്. നീ അവിടെ നിന്നാണ് എടാ സൂര്യ നീ ഇത് പറയണെന്ന് പേരുണ്ടില്ല. കവടിയാറ് സൂര്യ. ഞാൻ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഫുഡ് മൊത്തം ഫുഡ് ബ്രോ 1000 രൂപീസ് തരുമോ കൊടുക്കാനാണ്. മുന്നേസേക്ക് നിവേ താങ്ക് യു 20 രൂപീസ് സൂപ്പർ ചാറ്റ്. ആൻസൽ മൂവി താങ്ക് യു 20. ലവ് യു ബ്രദർ, പ്ലീസ് ഗോ ലൈവ് എവറി ഡേ ഇൻ യൂട്യൂബ്. ഓഫ് കോഴ്സ് ബ്രദർ, ഓഫ് കോഴ്സ്. പറ്റുന്ന സമയത്ത് ഞാൻ ലൈവ് ചെയ്യും. പിന്നെ വേറെ കാര്യങ്ങളുണ്ട്. ഡാർക്ക് ട്രോമാസ് ലവ് യു. ഓ MRG റിക്കവേർഡ് ബൈ ഡാർക്ക് ട്രോമാസ് ലവ് യു ഓൾ എന്ന് പറയുന്നുണ്ട്. എടാ നമുക്ക് വേറെ കേൾക്കുമ്പോൾ കാര്യം പറയാലോ ബ്രോ. ലിസൺ കൊക്കി സോങ് ഫ്രം കൂളി. കൊക്കിയാ അങ്ങനെ ഒരു പുതിയ സോങ് ഇറങ്ങിയോ? പുതിയ സോങ് ഇറങ്ങിയ കൂലിയില് 2 സോങ് ഇറങ്ങിയല്ലോ. കൂലിയിൽ 2 സോങ് ഇറങ്ങിയിട്ടുള്ളൂ. ഒന്ന് പവർ ഹൗസും ഒന്ന് മോണിക്കും. ഇതേതാ കൊക്കി? അങ്ങനെ ഒരു സോങ് ഇല്ല. എല്ലാരും സൂപ്പർ ചാറ്റ് സൗണ്ട് ഓൺ ആക്കാൻ. അയ്യോ സൗണ്ട് ഓൺ ആക്കില്ല. സോറി. സച്ചിൻ സുഭാഷ് താങ്ക് യു ഫോർ 20 രൂപീസ്.
എന്റെ ഫ്രണ്ട് കാണാൻ മൊണ്ണക്ക് ഒരു ഹായ് കൊടുക്കുന്നു. കണ്ണൻ മൊണ്ണ ഷമീർ ഡേ ബൈ ഡേ Thank you, brother. 10 pounds ഇട്ടിട്ടുണ്ട്. അമൽ ഷാജാൻ റിനാസ് കേസ് താങ്ക് യു 7.29 AD. അതെല്ലാം ഇപ്പൊ ഇന്നലെ കോടതിയിൽ പോയിട്ട് കേസിന്റെ കാര്യം എന്താ കേസിന്റെ കാര്യമല്ലോ ഓക്കെ അതിന് അടുത്ത മാസം വെളി വരുമ്പോൾ പോകണം അത്രേ ഉള്ളൂ ഓക്കെ ബ്രോ. ഹാരി ടിഡമിനെ എന്താ കൊണ്ടുവരാത്തത്? ഹാരി ടിഡമിൽ ഇപ്പം ജീവിച്ചിരിപ്പുണ്ടാവും. ജാസിക്ക് പ്രൊഫഷണൽ ഷെഫിന്റെ കോസ്റ്റ്യൂം കൊടുക്കണം. എന്തിന് പ്രൊഫഷണൽ ഷെഫ് എന്നിട്ട് വേറെ മെൽവിന് ചെക്കനാ മോനെ കുക്ക്. ഇവിടെ ഇടക്കിടക്ക് വന്നിട്ട് നമുക്ക് ഫുഡ് ഉണ്ടാക്കി തരുന്ന ഒരു ചെക്കനുണ്ട് മെൽവിന്. ഓനാണ് മുത്തേ കുക്ക്. നിന്നെക്കാളും പ്രൊഫഷണൽ ഓനാണ്. ഹാദി ബേബി സ്മോക്കി താങ്ക് യു 20 rupees. നൂറ് മുഹമ്മദ് എമ്മാജ് ഗാങ്ങിൽ ടി എ ആയി വന്നാലും ടീം നമുക്ക് ലൈക്ക് ആയതാ. ടി എയോ വിഷ്ണുപ്രിയ പി താങ്ക് യു ഫോർ 20 rupees സൂപ്പർ ചാറ്റ്. ഇങ്ങനെ വയലന്റ് ടാസ്ക് പറഞ്ഞ എഡിറ്ററിനെ പേടിപ്പിക്കല്ലേന്നാ എന്താ നമ്മള് പറഞ്ഞത്? എഡിറ്റർ എന്താ പറഞ്ഞത്? മുടി വെട്ടണതാ നിങ്ങളല്ലേ പറഞ്ഞ മുടി വെട്ടായി. ബ്രോ ഞാൻ ബിസിനസ് പ്രൊപ്പോസൽ മെയിൽ അയച്ചിട്ടാ ബിസിനസ് ഇപ്പൊ സംസാരിക്കാൻ പറ്റില്ല. മെയിൽ അയക്കും ഞാൻ നോക്കിക്കോളാം. കാജ താങ്ക് യു 20. ഹെയർ കട്ട് ഈസ് എ പേഴ്സണൽ ചോയ്സ് എന്ന് പറയുന്നത് അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ പലതും ഇവിടെ പേഴ്സണൽ ചോയ്സ് ആണ്. അങ്ങനെയൊന്നുമില്ല. ഹെയർ കട്ട് എന്ന് ചാറ്റ് ഹെയർ കട്ട് പറയുന്നുണ്ടെങ്കിൽ ഷമീർ ഹെയർ കട്ട് ചെയ്യണം അല്ലേ? അങ്ങനെയല്ലേ ചാറ്റ്? അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ? ഒരു പെസ്സിൽ ഒരു കളി തോറ്റേനാണ് ഇവനും മമ്മും കൂടെ പിടിച്ചിരുത്തി താടി പഠിച്ചത് കാര്യം. സ്പൈ പെട്രോൾ താങ്ക് യു 17.99. അലൻ താങ്ക് യു 20 അല്ല 200. സ്പൈ പെട്രോൾ ഇന്ന് ടോപ്പ് ഫാൻസ് കയറാനുള്ള പരിപാടിയാണ്. അത്രക്ക് ചക്കര മുത്തേ കാര്യം പറയാനുണ്ട് നാളെ പറയാം. ജുനൈദ് വന്നു. എന്താ എനിക്ക് പറയാനുള്ളത്? ഞാൻ അത്രക്ക് നിർബന്ധം ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ എന്റെ താടി അങ്ങ് എടുക്കാം. കുറച്ചുണ്ട്. ഇതിലെവിടെയാണ് താടി? ഇതെടുക്കാതെ അല്ല ഇത് നീ എന്താക്കാന്? ഇതിലെന്താ ഉള്ളത്? ഇതെടുക്കുന്നതോ എടുക്കാത്ത ഒരുപോലെ. ഇതിലൊരു മാറ്റവും ഇല്ല. എടുക്കുന്നതോ എടുക്കാത്ത ഒരുപോലെ. ഇതെന്താ പറയുന്നത്? സനു വ്ളോഗ് റൈഡ് ചെയ്യാം പ്ലീസ്. നോട്ട് ലാസ്റ്റ് സ്പാമേ ഓക്കെ. എടാ സൂപ്പർ ചാറ്റിൽ ഏറ്റവും കൂടുതൽ വരുന്ന റെയ്ഡിന്റെ നമുക്ക് ഒരാളെ റെയ്ഡ് ചെയ്യാൻ പറ്റും ഓക്കെ. എല്ലാ ദിവസവും നമ്മൾ 2-3 ആൾക്കാർക്ക് റെയ്ഡ് കൊടുത്തിട്ട് കുറെ സമയം വേസ്റ്റ് ആക്കുക. ഞാൻ പറയുന്നത് ലാസ്റ്റ് ഒറ്റ റെയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പം ഏറ്റവും കൂടുതൽ വരുന്ന പേരുകൾ ലാസ്റ്റ് സ്പാം ചെയ്താൽ ഓക്കെ. റാംബോന്റെ വയറ്റിൽ കുഞ്ഞുണ്ടോന്ന് ചോദിക്കുന്ന കുഞ്ഞുണ്ട്. 5 മാസം 5 മാസം 5 9 10 മാസം ഇപ്പൊ ഇവിടെ ഇരിക്കാൻ വീട്ടിൽ നിന്ന് നമ്മൾ പ്രസവിക്കുന്നത്. ഇവന്റെ കുഞ്ഞ് ഇവനെ പോലത്തെ ഇത് ഹെയർ കട്ട് എല്ലാവരും സ്പാം ചെയ്യുന്നു. പരിപാടി വേഗം നോക്കും. ഒരു ചെയർ എടുത്തോടെ ഹെയർ കട്ട് എങ്ങനെയാ ചപ്പാത്തി വെക്കുന്നവനെ നീ ഇപ്പൊ അങ്ങനെയല്ല. ചില സമയത്ത് ഞാൻ നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ ആൾക്കാർ തന്നെയാണ് ഇപ്പൊ ഇത് പറയണം. അപ്പൊ അവര് പറയണ നീ കേൾക്കണം. അതന്നെ എത്ര ആൾക്കാർ പറയുന്നുണ്ടോ? ഹെയർ കട്ട് എന്തായാലും നടക്കും. തൊപ്പി വേറെ മമ്മൂനെ കൊണ്ടുവരാൻ മമ്മൂനെ കൊണ്ടുവരണമല്ലോ എന്നുള്ള ചാറ്റ് പറയണം. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ചാറ്റ് പറഞ്ഞ മമ്മൂനെ കൊണ്ടുവരും. അതായത് ഇന്നലെ 65% ആൾക്കാരെ പറഞ്ഞുള്ളൂ. ഞാൻ പറയുന്നത് മിനിമം ഒരു 75-80% ആൾക്കാർ കൂടുതൽ 3/4 ആൾക്കാർ പറയുകയാണെങ്കിൽ മാത്രമേ മമ്മൂനെ കൊണ്ടുവരും. അബിൻ വർഗീസ് താങ്ക് യു ഫോർ 20. ബിലാൽ താങ്ക് യു ഫോർ 20. ഗുണ്ടസാനി താങ്ക് യു ഫോർ 7.29 AD. മമ്മൂനെ മിസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്ന അലിയാസ്കർ മിസ് ചെയ്യുന്നുണ്ടടാ. എന്നാൽ നിങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കും മമ്മൂല. എന്നിട്ടല്ലേ കൊണ്ടല്ലേ. കെവിൻ താങ്ക് യു 5 pound ചോദിക്കുന്നുണ്ടാ. നീയാതെ സുഖമാണോ? ഫുഡ് കഴിച്ചോ? നല്ലോണം ഉറങ്ങിയോ? ഉറങ്ങി നന്നായിട്ട് ഉറങ്ങി ഫുഡെല്ലാം കഴിച്ചു. താങ്ക് യു റോ. ഇങ്ങനെ ചോദിക്കുന്നുണ്ടല്ലോ കാര്യം പറയാലോ. എന്താ എന്താ എടാ ഇല്ല കുറച്ചെങ്കിലും മുറിക്കണം. കുറച്ച് ഭാഗമെങ്കിലും മുറിക്കണം മോനെ. കുറച്ച് ഭാഗമെങ്കിലും മുറിക്കണം. ഇല്ല പിടിച്ചോണ്ടോ. മുടി നടക്കൂലടാ പൊന്നു പ്ലീസ്. എടാ ഇല്ലടാ മുടിയുള്ളൂ. മുടിയല്ലേ കൊണ്ടോ. ഹെയർ കട്ട്. എടാ ഞാൻ പറയട്ടെ. ഇരുത്ത് പിടിക്ക. എല്ലാരും കൈയും കാലും പിടിച്ചു നോക്ക്. പണ്ട് മുനുവിന്റെ എല്ലാം സേവ് ചെയ്ത് നമ്മളെല്ലാരും പിടിച്ചു വെച്ചില്ലേ? ഇരുത്ത് പിടിച്ചു. എല്ലാരും പിടിച്ചു. എല്ലാരും ഇതാ കുറച്ച് എന്താ മുടി അത്രക്ക് ഇതാങ്കിലും പിടിച്ചോ
വിടരുത്. നീ മയത്തിലാണ് നമ്മള് വിടുവായിരുന്നു. ഇരുത്ത്. നമ്മളിങ്ങനെ കളിയാക്കി ചെയ്യാ ട്രിമ്മർ എടുക്ക. പ്ലീസ് പ്ലീസ് എടാ വേറെ എന്ത് വേണമെങ്കിൽ ഞാൻ എടാ, ഞാൻ ചെയ്യാം പറയട്ടെ. വേറെ എന്ത് വേണമെങ്കിൽ ചെയ്യാം കെട്ടിക്കോ. ബാക്കിൽ കെട്ടിക്കോ. എടാ ഞാൻ പറയട്ടെ, ഹെയർ കട്ട് പേഴ്സണൽ ചോയ്സ് ആയിരിക്കും. അതെ പക്ഷേ ചാറ്റിൽ എല്ലാരും അതാ പറയുന്നത്. എല്ലാരും ഹെയർ കട്ടാ എടാ ഒരു പോളിട് പ്ലീസ് പോളിടണോ? എന്തുകൊണ്ട് മുടി വെട്ടണമെന്ന് പറയുന്നത്? അതിന്റെ ഒരു കാരണം പറ. എന്താ മുടി വെട്ടിയ എന്താ നിനക്ക്? എടാ മുടി എന്തിനാ ചാറ്റ് പറയുന്നത് ചെയ്യാന്ന് നീ എന്നല്ലേ പറഞ്ഞത്? മുടി മുറിച്ച് അന്നിതാ ഈ തവളയല്ലാന്ന് എന്റെ മുടി മുറിക്കാൻ എന്റെ ഓനെ പോലെ ആക്കുവാൻ ഓന്റെ മൂട് പോലെ അനക്ക് മുടിയുണ്ടോ? അവന്റെ മുഖം പോലെ ഓന്റെ മുഖം പോലെ ആവും ഞാൻ ചിലപ്പോ. അതാണ് എന്റെ പേടി. സോഡ കുപ്പി ഇനി ഹെയർ അതർ പണിഷ്മെന്റ്. ഹെയർ കട്ട് വേണോ അതർ പണിഷ്മെന്റ് വേണോ? എന്ത് പണിഷ്മെന്റ് വേണമെന്ന് ചാറ്റ് വോട്ട് Other punishment. ഞാനിതാ പോളുടെ മോനെ. കമോൺ എന്നെ ഇവൻ ചെയ്ത നീ എല്ലാരും വോട്ട്. Other punishment. നോക്കട്ടെ. Let's see. ഹെയർ കട്ട് 74% ആൾക്കാർ ഹെയർ കട്ടാ പറയുന്നത്. കുറയുന്നുണ്ട് ബ്രിങ് ബാക്ക് മമ്മു മൂവ്മെന്റ്. ഇന്നത്തെ പോൾ പോരട്ടെ. ഇന്ന് മമ്മുന് തിരിച്ചു വരണമെന്നുള്ള പോൾ കുറച്ചതിന്റെ ഇടാം. 20 rupees. അതെല്ലാരും ഇതാ പറയുന്നത്. നിഷാൻ താങ്ക് യു ഫോർ ദ 20. അതർ പണിഷ്മെന്റോ? ഇല്ല പോളിന് ജയിച്ചില്ല. പോള് 65 ഉറപ്പിക്കല്ലേ ചാറ്റ്. എന്തൊരു സ്ഥല കച്ചോടാ. എന്തിനാടാ എന്നെ ഇങ്ങനെ ചെയ്യുന്നു? മുടിയൊന്നും മുറിക്കല്ലടാ മോനെ. എന്തുകൊണ്ടാ മുടി മുറിക്കല്ലെന്ന് പറഞ്ഞത്? എന്റെ കാരണം നീ ബോധിപ്പിക്കും. കാരണം എനിക്ക് ആകെ മുടിയേ ഉള്ളൂ. താടി മീശയും വളരൂല. ആകെ ഉള്ളത് ഈ മുടിയാന്ന്. എന്നാ ഞാൻ പറയട്ടെ, കുറച്ച് മുറിക്കാം. നമുക്കില്ലേ ഇവിടുന്ന് 2 മമ്മൂനാക്കിയ പോലെ ഒരു കോമാളി ഞാനില്ല മക്കളെ. 2 സൈഡും ഷേവ് ചെയ്ത് മമ്മൂനെ പോലെ ആക്കാം. അത് നല്ല ഒരു മിനിറ്റ് എന്നാ ഞാൻ ഒരു കാര്യം കൊടുക്ക പണിഷ്മെന്റ് കൊടുക്കണം. അനന്തകരെ ആരാധകരെ മണ്ടന്മാരാക്കരുത്. എന്തായാലും പണിഷ്മെന്റ് കൊടുക്കണം. എന്തായാലും പണിഷ്മെന്റ്. ഇതാരാ മുറിച്ചത്? ജാസി. പെട്ടെന്ന് വാ. കടറ പൊട്ടിയാ? ചൂടാല തമാശക്കല്ല. ചൂടാല നീ ഇരിക്കും. മുടി മുറിക്കൽ വെച്ച് സംഭവം ഇത് സീരിയസ് ആണ്. മുടി മുറിക്കൽ നടക്കൂല. എങ്ങനെ ഞാൻ വിടൂല. അങ്ങനെ അല്ലല്ലോ ഇത് നമ്മൾ താടി പോകുന്ന നേരത്തും ഇങ്ങനെ ആയിരുന്നല്ലോ. ഞാനും കുറെ പറഞ്ഞല്ലോ. എടാ സൈഡ് മൊത്തം ആക്കി മമ്മൂനെ പോലെ ആക്കും. പിന്നെ 2 സൈഡും ഷേവ് ചെയ്തിട്ട് ഇവിടെ മാത്രം വെക്കാം. അത് നല്ലതായിരിക്കും. എന്താണ് പറയാനൊന്നും കിട്ടുന്നില്ലടാ. നടക്കൂല എല്ലാരും അതാടാ പറയുന്നത്. വേറെ എന്ത് പണിഷ്മെന്റും ഞാൻ ഏറ്റെടുത്തോളാം. എന്തായാലും മുടി മുറിക്കൽ വെച്ച് ബാക്കി എന്ത് ഞാൻ Topic, can we raise fund for Gaza Palestine? ഗാസന്റെ നമ്മൾ ചെയ്തിട്ടില്ലേ ചാറ്റ്? ഒന്നുകൂടി ചെയ്യുന്നോ? ചാറ്റ് പറയുന്ന പോലെ ജാസി ഹെയർ കട്ട് എന്ന് പറയുന്നത്. നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്ന് പറയുന്നുണ്ട് ഒരാള്. അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? നിയമം എല്ലാവർക്കും ഒരേപോലെയാണ്. സംഭവം ശരിയാണ്. പക്ഷെ ഇവിടെ പലപ്പോഴും പല ആൾക്കാരും ചീത്ത വിളിച്ചവരൊന്നും ഈ സംഭവം തന്നിട്ടില്ല അല്ലേ? ഇത് ഇതാ ഒരു തെറ്റ് എന്റെ ഞാൻ ഒരു ചീത്ത വിളിച്ചതല്ല. ഞാൻ ഒരു പാട്ട് പാടിപ്പോയതാ. കറുപ്പ് റാണി പേര് ഇത് പറഞ്ഞൊരു പാട്ട് അറിയാണ്ട് ടെൻഷൻ ആയി പോയി. അതായത് അറിഞ്ഞുകൊണ്ട് ഞാൻ എന്താന്ന് ചോദിച്ചപ്പോ ഞാൻ കത്രിക എടുത്ത ഇതങ്ങനെ വെച്ച് താമസിപ്പിക്കേണ്ട പരിപാടിയല്ല. എല്ലാവർക്കും ഇതല്ലല്ലോ കൊടുക്കില്ല. എനിക്ക് മാത്രം എന്താണ് മുടി സൈഡ് എടുക്കട്ടെ. 2 സൈഡും
സൈഡ് കുറച്ചെടുക്കും. കുറച്ചല്ല, മമ്മൂനെ പോലെ ആക്കണം. മമ്മൂനെ പോലെ അങ്ങനെ ഒരു നരഭോജിനെ പോലെ അല്ല ആക്കല്ല പ്ലീസ്. അതുപോലെ ആക്കല്ല. അങ്ങനെ തന്നെ മുറിക്കാറ്. നീ ചെയ്ത തെറ്റിന് ഇതേ ഇവൻ പിന്നെ ഫുള്ളായിട്ട് എന്നോട് പണങ്ങോട്. അതാണ് ഞാനൊരിക്കലും പണം കെട്ട എടാ എന്തിനാടാ വേണ്ടടാ പ്ലീസ്. കളിയാക്കിച്ചിരിക്കുന്ന മുഖം. സ്റ്റോപ്പി അമ്പൂന് ഹായ് കൊടുക്കാൻ. സ്റ്റോപ്പി അമ്പൂന് ഹായ്. ഹായ് സ്റ്റോപ്പി അമ്പു. സ്റ്റോപ്പ് ചെയ്യുമ്പോ ഒന്ന് പറഞ്ഞു കൊടുക്കടാ. നിന്റെ പോലെ മൂടാവല്ലേ. ഷമീർ കട്ട് ചെയ്താൽ ഷാറുഖ് ഖാൻ ലുക്ക് ഉണ്ടാകുന്നു. ഇപ്പളേ ഷാറുഖ് ഖാനെ പോലെയല്ലേ. ഇപ്പൊ നീ ഒരു മൂർഖനെ പോലെ ഉള്ളത്, ഷാറുഖ് ഖാൻ അല്ല. ഇല്ല, ഞങ്ങൾക്ക് ഏറ്റവും വലിയ എന്റെ പേടി എന്ന് വെച്ചാൽ മുകളിൽ ഒരുത്തൻ ഒരു കുത്തിയിരിക്കുന്ന ഒരുത്തനുണ്ട്. മമ്മൂ എന്ന് പറഞ്ഞ ഒരുത്തന് ആടി ഇരിക്കുന്നുണ്ട്. ഓന്റെ പോലെ നരഭോജി ലുക്കൊക്കെ വരുമെന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ പേടി. ഹെയർ ഇടാൻ ഒരു സാധനം എടുത്തു, ഒരു തുണിയോ ഒരു ഇതെന്തെങ്കിലും അല്ലെങ്കിൽ ഇവിടെ മൊത്തമാവും. ഒരു കൊട്ടയോ അങ്ങനത്തെ ഒരു കൊട്ട പോലെ തന്നെ എടുക്കുക. കൊട്ട പോലെ തന്നെ എടാ ഹെയർ നിലത്തല്ലാവും. അപ്പൊ കൊട്ട പോലത്തെ എന്തെങ്കിലും വേണം. എന്നാ ഒരു കാര്യം എന്നാ ഓക്കെ കൊട്ട റെഡിയല്ലേ. ഒന്ന് വിടും ഞാൻ അല്ല ഒന്ന് കൊട്ടയില് ഞാൻ ഒന്ന് നോക്കട്ടെ. ഇത് കൊട്ട അല്ലല്ല ഓടാനുള്ള പിടിച്ചോ. അല്ലല്ല ഓടാനല്ല. ഇതൊന്ന് പിടിച്ചേ. പിന്നെ ഞാൻ പറഞ്ഞു ഈ സൈഡ് ഓടി പോവല്ലടാ നായിന്റെ പോലെ. എന്തായാലും മുറിക്കണം. 3 പ്രാവശ്യം കളിച്ച് 4 വട്ടം തമാശ കളിക്കണം. അല്ല ഒന്ന് പിടിച്ചു വെച്ചോ. അല്ലല്ല സീരിയസാ. ഇത് സീരിയസാ. താഴേക്ക് പിടിച്ചോക്ക്. ഒരു 2 മിനിറ്റ് ഈ കൈ പിടി. ഞാൻ സമ്മതിച്ചു. മുറിക്കാൻ ഞാൻ സമ്മതിച്ചു. ഒന്ന് വിട്. മുറിക്കാൻ ഞാൻ സമ്മതിച്ചു. എടാ അത്രയും ആൾക്കാരെ ഹെയർ കട്ട് നട്ടാ അവരെ മണ്ടന്മാരാക്കുന്നില്ല. കാരണം പണിഷ്മെന്റ് എല്ലാവർക്കും ഒരുപോലെ. എവിടെ മുറിക്കാൻ പോകുന്ന നമുക്ക് പ്ലാൻ അറിയണം. സൈഡേ മുറിക്കും. ഏത് സൈഡാ? ലെഫ്റ്റ് ആണോ? 2 സൈഡ് മുറിച്ച് മമ്മൂനെ പോലെ ആക്കും. മമ്മൂനെ പോലെ ആക്കല്ല. അതേപോലെ ഒരു എന്നെ ചങ്ക് വെട്ടിത്തരില്ല. അല്ല ഇതാക്കാം മുറിക്കാൻ ഞാൻ സമ്മതിച്ചില്ല. പിന്നെ പിടിക്കുന്നത് സമ്മതിച്ചിട്ട് ഇങ്ങനെ പിടിക്കുന്നത് ശരിയാ. ഇവരോടൊന്ന് സംസാരിക്കാം. എന്റെ പൊന്നു മക്കളെ എന്തിനാണ് എന്റെ മുടി പലതും നിങ്ങളോട് പറയും. നിങ്ങൾക്ക് കിട്ടുന്നത്? ഇവർക്ക് പോൾ ഇടുന്ന അറിയാത്തോണ്ടാണ്. അതിപ്പോ 67 നിങ്ങൾ പോയിട്ട് അത് മാറ്റ്. എന്നിട്ട് അന്യയിൽ രക്ഷിക്ക് പ്ലീസ്. ഞാൻ എന്ത് വേണം ചെയ്തുതരാം. ബിരിയാണി അതർ പണിഷ്മെന്റ് 30% ആൾക്കാരെ അതർ പണിഷ്മെന്റ് ഒരു 40-50 മുകളിൽ സമ്മതിക്കോ? 40 ആയ സമ്മതിക്കോ? അങ്ങനെ എടുത്തത് എല്ലാരും ഒന്ന് 40 ആക്കി സഹായിക്കും പൊന്നു മക്കളെ പ്ലീസ്. ഒന്ന് 40 ആക്കിത്താ. ഇതെന്താണ് ഈ പെണ്ണുങ്ങ പറയുന്നത്? ഒന്ന് 40 ആക്കിത്താ പ്ലീസ്. മമ്മൂന്റെ പോൾ ഇത് കുറയുന്നുണ്ട്. സാധനം റെഡി ആവുന്നുണ്ട്. എല്ലാരും പോളിൽ പോയിട്ട് ആ 34 ഉള്ളത് ഒന്ന് 40 ആക്കിയാ. ഒരു മിനിറ്റ് സമയം 30 സെക്കൻഡ് സമയം തരും. 30 സെക്കൻഡ് സമയം തരും. 3, 4 അല്ല 1 മിനിറ്റ് കൊടുക്കുക. ചാറ്റിൽ അധികം നോ പറയുന്നുണ്ട്. പക്ഷെ പോള് ഇതാക്കാൻ പറ്റില്ല, ഉറപ്പിക്കാൻ പറ്റില്ല. ഓടിയ മുട്ടേനെ ഷമീറെ ഞാൻ ഉറപ്പ് തരാം. ഞാൻ ഉമ്മ സത്യമായിട്ട് കള പറയൂല. നീ ഇനി ഓടാൻ ശ്രമിച്ച ഞാൻ മുട്ട അടിക്കുന്ന മുട്ട അടിക്കാം. ഉമ്മ സത്യം ഞാൻ എടുത്ത് ഷേവ് ചെയ്യും. എന്തൊരവസ്ഥയാണ്. ടൈം വേസ്റ്റ് വെറുതെ സമയം കളയാൻ കഴിയില്ല. ഇല്ലടാ അത് ഇതാവൂല. അതിന് എന്തായാലും ആവൂല. ആരും സൂപ്പർ ചാറ്റ് ഇട്ടിട്ടാ എന്തേലും ചെയ്യില്ലാന്ന് പറഞ്ഞിട്ടായിരിക്കും. പണിഷ്മെന്റ് എല്ലാവർക്കും ഒരുപോലെയാണ്. സാരി ഓർഡർ ആക്ക് ഷമീർ. ഇല്ല അടുത്ത ലെവലേ അതല്ലോ. ഈ ലെവല ഒന്നും നടക്കൂല.
സാരിയെല്ലാം വരാൻ സമയം എടുക്കും. നോക്കി നിൽക്കുന്നത് നോക്കി നിൽക്കാതെ മുറിക്ക് വാപ്പാതെ ജീവിതത്തിൽ ആ ഒരു മിനിറ്റ് ചോദിക്കുന്നത് സൈഡ് എടുത്ത് ഒന്നും ആവില്ല ഷമീറ, സൈഡ് എടുത്ത് ഒന്നും സമ്മതിക്കില്ല. സൈഡ് രണ്ട് സൈഡ് മമ്മു 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 അല്ല മമ്മു എന്നാക്കല്ല വേറെ എന്തോടെ തമാശ കളിക്കല. ഇതെന്താ നീ കാണിക്കുന്നത്? ഫ്രണ്ട് നോ നീ കൊണ്ടാണ്ട് അനങ്ങാണ്ടിരുന്നില്ലേ ഫ്രണ്ട് നോ ഇതെന്താണ്? നീ അനങ്ങാണ്ടിരുന്നിട്ടില്ലെങ്കിൽ നിന്റെ ഫ്രണ്ടിലെ മുടിയോ നിനക്ക് മമ്മൂനെ പോലെ ആണോ അതോ ജാസിനെ പോലെ ഒരു മുട്ട പോലെ ആണോ? ജാസിനെ പോലെ ഒരിക്കലും ആവണ്ട. അതിലാണ് മമ്മൂനെ പോലെ നരഭോജിയല്ലേ? കണ്ണു കുത്തു ഒരു മിനിറ്റ് തലമ കുത്തു. ഒരു മിനിറ്റ് ഒരു മിനിറ്റ് സൈഡ് നടക്കും ഒരു മിനിറ്റ് ഇല്ല സീനില്ല നീ അനങ്ങിക്കൊണ്ട് എടാ എന്നാലും ഒരു 2 മിനിറ്റ് കൊടുത്താടാ ഞാൻ മുടി ഒന്ന് എന്നെ കാണട്ടെ, ഞാൻ അങ്ങനെ ഉണ്ടായതെന്നൊന്ന് കാണട്ടെ. എന്നെ മാറ്. എന്തൊരു സുന്ദരൻ ചെക്കനെ ഇവർ കോമാളിയാക്കുന്ന. നിന്നെ പോലെ ഇവനെ പോലെ ഒരു തവള മുഖേന എന്തിനാ ആക്കുന്നത്? ഇവനെ പോലെ ആവുന്നതിന്റെ പേടി അതാണ് എന്റെ ഏറ്റവും വലിയ പേടി. അതിലും നല്ല മരിക്കലല്ലേ എന്താക്കിയ നീ റീപോൾ പറയുന്നുണ്ടല്ലോ. PLS check DM serious business idea ഒപ്പുകയായിട്ട് the ഓഡിയൻസ് വേറെ പണിഷ്മെന്റ് നീ സെലക്ട് അത്ര നിനക്ക് അത്ര ആടുള്ള ഒരു പണിഷ്മെന്റ് സെലക്ട് വേറെ ഫുഡ് കഴിക്കാം. എന്തൊരു നാര അങ്ങനെയാണ് നീ അല്ല എന്നാ വേണ്ട. വേറെ ഹാർഡായിട്ടുള്ള പണിഷ്മെന്റ് എന്താന്നുള്ളത്? കുരുമുളക് ഈ ഇതിലുള്ള കുരുമുളക് മൊത്തം ഇതിന്റെ വായിൽ തട്ടണം. വേറെ വഴിയൊന്നുമില്ല ഷമീറ. വേറെ അല്ലെങ്കിൽ നിന്റെ മുടി പോകും. മുളകല്ല ഈ കുരുമുളക് ഇതിന്റെ ഉള്ളിലുള്ള കുരുമുളക് മൊത്തം വായിലേക്ക് എടുത്ത് തട്ടണം. മനസ്സിലാ? അതൊന്നും പറ്റില്ല. ഇതിലുള്ള മൊത്തം തട്ടണം വായിലേക്ക്. ഇല്ല അതാണ് പഠിച്ചത്. ഓക്കെ കുരുമുളക് നിക്ക് ഇപ്പൊ നല്ല വെയിറ്റ് ആക്ക്. ഇത് ആരാ നീ നോക്കട്ടെ. ആൾക്കാർ ഹെയർ കട്ടാണ് പറയുന്നെങ്കിൽ നീ ഹെയർ കട്ട് തന്നെ ചെയ്യേണ്ടി വരും. കുരുമുളക് ഓക്കെ ഹെയർ കട്ട് കുരുമുളക് ഫോൺ എടുത്തുണ്ട്. പെട്ടെന്ന് ഇത് പെട്ടെന്ന് തീർക്കണം നമുക്ക്. ഒന്ന് രക്ഷിക്കടാ. ഹെയർ കട്ട് അവിടെ ഇപ്പോഴും ഹെയർ കട്ട് തന്നെ ആൾക്കാർ പറയുന്നത്. ആടെ പിന്നെ വേറെ ഇതൊന്നുമില്ല. അയ്യോ ബ്രോ എപ്പോ പറഞ്ഞിട്ടു ഞാൻ മുന്നേ ഇപ്പോ മേഗിട്ടു നോക്കൂ. ഇതല്ലേ എന്തായാലും കുഴപ്പം തന്നെയല്ല. 47 മോനെ ഹെയർ കട്ട് ഒന്നും കൂടി സേഫ് ഇട്ടാ. കുരുമുളക് എന്റെ മൂലം കരിയും. ഈ വലിയ ആളാവാ നിക്കണ്ട. പക്ഷെ മുടി മുറിക്കുന്നതിലും നല്ല കുരുമുളക് ഒന്നല്ലേ? ചെറിയ 5% വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ കുരുമുളകാന്ന് പറയുന്നത് ചാറ്റ് എന്താ ചെയ്യണ്ടേ? പക്ഷെ സ്റ്റിൽ ചാറ്റിൽ കുറെ ആൾ ഹെയർ കട്ട് പറയുന്നുണ്ട്. അതാണ് ഞാൻ ആലോചിക്കുന്നത്. എന്താ ചെയ്യേണ്ടത് പറ. എന്താ ചെയ്യേണ്ടത്? ഹെയർ കട്ട് തന്നെ എടാ വെറുതെ സമയം വേസ്റ്റ് മോനെ ഞാൻ പറയുന്നത്. എന്റെ ലൈവ് ലാഗ് ആവുന്നു. എന്റെ ലൈവ് ലാഗ് ആവുന്നു. ഒരു സെക്കൻഡും കൂടി പേഴ്സണലായിട്ടൊന്ന് സംസാരിക്കാൻ പറ്റുമോ? സംസാരിക്കും. വിടറാ ചപ്പാത്തി മുഖ. എന്റെ മുടി മുറിച്ചാ എന്റെ എല്ലാ ഇതും പോകും. നമുക്ക് ആ മുടി മാത്രമേ ഉള്ളൂ. എന്നെ കാണാൻ വലിയ രസമില്ല എന്നുള്ള സത്യം എനിക്ക് അറിയാം. മുടിയുള്ള അറിയാലേ? എനിക്കറിയാം. ഞാൻ പലപ്പോഴും പറയാത്തതാണ്. പ്ലീസ് ഇത് എന്നാലും സൈഡ് ഇങ്ങനെ ചെറുതായിട്ട് നോക്കാം. അറിയാണ്ട് ഒന്ന് പിടിച്ചാ ഇനി നീ കൈ ഇങ്ങോട്ടാക്കല്ലേ. കൊറേ സമയം നീ ഇങ്ങനെ മോനെ കൊറേ സമയമായി നീ എന്നെ ഇതാക്കുന്നു. ഫയാസ് അഹമ്മദ് donated 40 രൂപ through Google Pay. Hair cut is in lead for 30 minutes. Don't play anymore please. മമ്മൂനെ പോലെ ആക്കാം. മമ്മൂനെ പോലെ തന്നെ ആക്കല്ല. സൈഡിൽ മാത്രമേ മുറിക്കുള്ളൂ. ട്രിമ്മർ എടുക്കോ. എടാ മാറി
തമാശ കളിക്കല്ലേ. മുടി കൂടെ വണ്ടൊക്കെ ഓടിപ്പോണ്. Other punishment. പ്രസ് ചെയ്ത് മേലോട്ട് എന്താണ് നിങ്ങൾ പറഞ്ഞത്? ഇങ്ങനെയല്ല പറഞ്ഞു. ആ ചാർജ് തീർന്ന്. ദൈവന്റെ കൂടെ ആ എഡിറ്റർ മോളി നോക്ക് എഡിറ്റർ പുതിയ ട്രിമ്മർ എടുത്ത് Monopoly के आलतोपी रेच दम. ഇവൻ നിന്റെ നല്ലൊരു കൂട്ടുകാരനായിരിക്കും അങ്ങോട്ട്. അയ്യോ എടുത്ത് പോണമെന്നില്ല. ഇതെന്താ എല്ലാ ട്രിമ്മറിനും ചാർജ്? പണിഷ്മെന്റ് കിട്ടിയടാ. അതിനെന്താ? ഞാൻ ഇത് കണ്ടിട്ടില്ല ഇതുവരെ. ഇത് പോരാ, ഇതൊരു വൃത്തികേടായില്ല. അങ്ങനെയല്ലടാ. എടാ ഒന്ന് പിടിക്കേ. നിന്റെ തല മൊത്തം പോവും. ഇത് ഇങ്ങോട്ട് പിടി. അയ്യോ നല്ല മതിയടാ. നല്ല വൃത്തിയായിട്ട് നീ ഇളകിയാ മൊത്തം പോവേ. എടാ ചെവിയെല്ലാം മുറിയുന്നടാ. വിടടാ എടാ പ്ലീസ്. ഇളകല മോനെ മതിയടാ. പൊന്നു മോനെ മതിയടാ. ഉപ്പ മോനിക്ക് നല്ല ഇല്ല വെട്ടിത്തരാം. മതി. Punishment എത്ര allowed നല്ല for മുടിയായിരുന്നു അല്ലേ? നല്ല കൂട്ടപ്പനാ. ഇതെല്ലാം എടുത്ത് കവറിലിട്ട് കോഴിക്കുഞ്ഞ്. ഏതായാലും കോഴിക്കുഞ്ഞോലുണ്ട് ഇപ്പൊ. ആ സൈഡ് നോക്ക്. നോക്കട്ടെ ആ സൈഡ് നോക്ക്. Bro enter channel ഇത് കാണാൻ പറ്റുന്നില്ല. ഫോട്ടോ എടുത്ത് കാണിച്ചുതരാം. ഫോട്ടോ എടുത്ത് കാണിച്ചുതരാം. ഈ വീട്ടിൽ ഏറ്റവും നല്ല മുടി നിനക്കായിരുന്നു. ഞാൻ ഇത്രയും കാലം ഞാൻ പറയാണ്ടെന്ന്. നിന്റെ അടിപൊളി മുടിയായിരുന്നു. നല്ല മൂഞ്ചിടാ ഒന്നും കിട്ടുന്നത്. സാരി ഓർഡർ അക്ഷമേരി. ഇപ്പൊ മമ്മൂനെക്കാട്ടും ദിലീപനാണുള്ളത്. വിക്രമ പാവടാ. കഷ്ടപ്പെട്ട് വളർത്തിയ മുടിയാടാ പാവം. നല്ല മുടിയായിരുന്നു. പാവ